ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം നമ്മളുണ്ടല്ലോ ഇത് നമ്മളൊരു പുതിയ ഗസ്റ്റിനെയും കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു പുതിയ ഗസ്റ്റ് നമ്മുടെ ആരായിരുന്നു, സുബീഷ് ആയിരുന്നു അല്ലേ? സുബീഷ് ഉണ്ടാക്കിയിരുന്ന ഒരു ഡിഷ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ വന്നൊരു പുതിയ ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ ചേച്ചിയാണ്. ഒന്ന് ഇൻട്രൊഡ്യൂസ് ഗസ്റ്റ് അല്ല, ചേച്ചിയാണ്. ചേച്ചിയാണ്, സോറി ഗസ്റ്റ് അല്ല കേട്ടോ. അതാണ് സത്യം. അപ്പൊ നമ്മളിന്ന് ചേച്ചി എന്തോ സ്പെഷ്യലായിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് കുറേ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മളെന്തായാലും ഈ ആഴ്ച നമ്മുടെ വലയിൽ വീണു. അപ്പൊ ചേച്ചി എന്തോ റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ചേച്ചി പറയും ഇനി എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോണത്, എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ചേച്ചി എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോണത്? ആക്ച്വലി ഞാനൊരു ബർഫി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. ആസ് ഇറ്റ് ഈസ് ഫസ്റ്റ് ടൈം അല്ല, അതുകൊണ്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു. സോ ഒരു ചെറിയൊരു ബർഫി. എന്ത് ബർഫിയാണ്? കോക്കനട്ടും എന്താ കടലമാവ്. അതായത് തേങ്ങ കൊണ്ടുള്ള ഒരു ബർഫിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറക്കരുത്. എന്താ നമ്മുടെ മോൾട്ടി ഉണ്ട് നമ്മൾ ഇന്ന കൂടെ. അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ബർഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേച്ചി എന്തൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? കടലമാവ് ഒരു കപ്പ് കോക്കനട്ട് 2 cups ഓഫ് ഷുഗർ. ആക്ച്വലി 3 cups ആണ് എടുക്കുക. 3 cups will be too sweety. അപ്പോൾ ഷുഗർ ആവശ്യമുള്ളവർക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം, അല്ലാത്തവർക്ക് കുറച്ച് അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇത് 2 cups എടുത്തിട്ടുള്ളൂ ഞാൻ. 1 കപ്പ് നെയ്യ്, 1 കപ്പ് പാൽ. ഓക്കേ അപ്പോൾ ഓക്കേ നമ്മൾ അപ്പോൾ ഇനി കുക്കിംഗ്. ഓക്കേ അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഇതില് കടലമാവ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാവണം. ചൂടായിട്ട് വിൽ ആഡ് അപ്പ് ഓൾ ദ അതർ ഇൻഗ്രീഡിയൻസ്. ഇത് യെല്ലോയിഷ് കളർ ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് കടലമാവ് ഓൾറെഡി യെല്ലോയിഷ് കളറാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ചൂടായി അറിയും? ഇതും ഇല്ല, ജസ്റ്റ് ഒന്ന് ഹീറ്റ് ആയാൽ മതി. അതിന്റെ ഒരു റോ സ്മെല്ല്, ആ ഒരു പച്ചപ്പ് പോണം. ഓക്കേ ഓക്കേ. ഇത് ചൂടായി കഴിഞ്ഞാൽ ഓഫ് ആക്കാം. ഓൺ ചെയ്തിട്ട് എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്യാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്യാൻ പോകണം അല്ലേ? പാല്, തേങ്ങ, ഗ്രൈൻഡ് ചെയ്ത തേങ്ങ, ഗ്രേറ്റഡ്. ഓക്കേ. ആൻഡ് 2 cups ഓഫ് ഷുഗർ. ഓക്കേ. പിന്നെ നെയ്യ്. ഇത് കഴിക്കുന്നവർക്ക് കൊളസ്ട്രോൾ, ഷുഗർ ഒക്കെ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സ്വീറ്റ്സ് ആർ യൂസ്ഡ് ഓൺലി ഒക്കേഷണൽ. ഒരു പീസ് ഒക്കെ അല്ലേ നമ്മൾ കഴിക്കുള്ളൂ, കൂടുതൽ കഴിക്കില്ലല്ലോ. ഞാനൊക്കെ ഉണ്ടല്ലോ സ്വീറ്റിന് അടിമയാണ്. Since it is protein mixed, it's good for health too. Okay. So these are the sweets which parents make for us. Parents ഉണ്ടാക്കുന്ന സ്വീറ്റ്സ് ചെറുതാവുമ്പോൾ നമുക്ക് നാച്ചുറലി ഉണ്ടാക്കുന്ന സ്വീറ്റ്സ് വീട്ടിൽ ഇതൊക്കെയാണ്. Because it's protein mixed, right? അപ്പോൾ കുട്ടികൾക്ക് ഈസിലി ഇറ്റ് ഈസ് ഡൈജസ്റ്റബിൾ ആസ് വെൽ എൻജോയ്. ഓക്കേ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ പിന്നെ ചൂടാക്കി ഇതിനെ മിക്സ് ചെയ്യണം. ഓക്കേ. ഇത് നല്ലൊരു ടൈറ്റ് പരുവത്തിൽ വരണം. ഓക്കേ. അപ്പോൾ ഒന്ന് ടൈറ്റ് ആവട്ടെ. സോ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആ ബബിൾസ് വരുന്നുണ്ടല്ലേ, അതാണ് അതിൻ്റെ ടൈറ്റനിങ് പൊസിഷൻ. ഓക്കേ. ഇത് ശരിക്കും നമ്മൾ ഈ ചൂടിൽ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഇതാവണം. അത് നല്ല മിക്സായി നമ്മുടെ സ്പൂണിന് വിട്ട് വരണം. നമ്മുടെ കുക്കിന് കുറച്ച് മലയാളത്തിൽ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു 90% 90 ആയിട്ടില്ല, 70% റെഡി. അപ്പോഴേക്കും ഒരു ട്രേയില് ഇത് സെർവ് ചെയ്ത് നമ്മളിത് അല്ല ഈ ട്രേയില് ഗീ അപ്ലൈ ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ അതിലേക്ക് ചൂടുള്ളത് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഏകദേശം ശരിക്കും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 to 20 മിനിറ്റ്സിനുള്ളിൽ ഇത് റെഡി ആവും അല്ലേ? ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സ്വീറ്റ്, ഈസി സ്നാക്കാണ്. കട്ടിയായി വരുന്നുണ്ട്. അപ്പൊ അത് ഇനി തവന്ന് ഇങ്ങനെ ചെയ്യുമ്പോ അതിന് വിട്ട് വരുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു ഇതായി വരണം അല്ലേ, ടൈമായി വരണം. അതായത് പാത്രത്തിൽ നിന്ന് വിട്ട് വരികയാണെങ്കിൽ മാത്രം നമ്മൾ എടുക്കാൻ പാടുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ സാധനം റെഡി. നമ്മളിനി പാത്രത്തോട്ട് സെർവ് ചെയ്യാം. Now spread it on പ്ലേറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യാം അല്ലേ? ഓക്കെ. ഇതുണ്ട്. അപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്താലാണ്
അത് ഫിനിഷിങ് ക്ലീൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ട്രിക്ക് ഇതാണ്, ഒരു പാത്രം എടുത്തിട്ട് വേഗം ചെയ്യും, അല്ലെങ്കിൽ കൈ പൊള്ളും. സോ അതുപോലെ ഇത് ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് നമുക്ക് സ്പൂൺ കൊണ്ട് ചെയ്യാനും പറ്റില്ല. ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യാം. യു ക്യാൻ സ്പ്രെഡ് ഇറ്റ് ഫുള്ളി. അതായത് നമ്മൾ ഈ കടല മിഠായി ഉണ്ടാക്കുന്ന ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ഇതും കടല മിഠായി തന്നെയാണ്. ചടല മിഠായി തന്നെയാണല്ലേ? നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിടാണ്, ഒന്ന് കട്ട് ചെയ്ത് വെക്കണം അല്ലേ? അതെ. കാരണം നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് ആ ഷേപ്പിൽ നമ്മൾ ഇപ്പം തന്നെ കട്ട് ചെയ്ത് വെക്കാം അല്ലേ? കാരണം ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ല. ഓക്കെ, അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കണം. നമ്മൾ ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തായാലും ഉണ്ടല്ലോ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണ്. നമ്മളിന്ന് ഫുഡ് ഉണ്ടാക്കിയ ആളുണ്ട്, ഫുഡാക്കി ടേസ്റ്റ് നമ്മുടെ സ്ഥിരം ടേസ്റ്റിൻ്റെ ഒരാളുണ്ട്, ബാക്കി 2 പുതിയ ആൾക്കാരുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മോൾട്ടി ടേസ്റ്റ് അച്ചുകുട്ടി കഴിക്കി, ടേസ്റ്റ് നോക്കാം. എന്തായാലും എല്ലാവരും എടുക്ക് കഴിക്കി. ചേച്ചി ഒന്ന് കഴിച്ചോ, എന്തായാലും ചേച്ചി ഉണ്ടാക്കിയല്ലേ, കുഴപ്പമില്ല. ഇനി ഞാനും എടുത്തിട്ട്. ഓക്കെ, നിങ്ങൾ കഴിച്ചിട്ട് പറയൂ. ഓക്കെ ഓട്ടെ. ഒന്നുമില്ലേ, മിൽക്കിന്റെ ടേസ്റ്റ് ഉണ്ടാവും. ശരിക്കും എന്തായാലും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. അച്ചുകുട്ടി എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് അല്ലേ? അപ്പോൾ സാധനം എന്തായാലും നമ്മൾ വിചാരിച്ച പോലെയല്ല കേട്ടോ. നമ്മൾ വിചാരിച്ചു അത്ര അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയ്ക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നല്ല നന്നായിട്ടുണ്ട്. ആ ഒരു കോക്കനറ്റിന്റെ കുക്കിന് ഭയങ്കര രോഷം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് കുക്ക് പറഞ്ഞ പോലെ തന്നെ കേട്ടോ, സാധനം അടിപൊളിയാണ്. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ആദ്യം, എന്നിട്ട് ലൈക്ക് ചെയ്യും ഷെയർ ഒക്കെ ചെയ്താൽ മതി. മോൾട്ടി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാല് അതെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ബെല്ലടിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമന്റ്സ് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.